ഇതെന്താ ദാസ നമുക്ക് നേരത്തെ തോന്നാഞ്ഞേ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. എന്താന്നല്ലേ, ബിരിയാണിയുടെ ഒരു വീഡിയോ ഇടല്, അതും നല്ല ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ. ഏതൊക്കെ ഫുഡ് വന്നാലും ബിരിയാണി വിട്ടുള്ള ഒരു കളി നമുക്കില്ല, അല്ലേ? ഞാൻ കുക്കിങ്ങിൽ കഴിവ് തെളിയിക്കാൻ എന്നെ സഹായിച്ച ഒരു വിഭവം കൂടിയാണ് നമ്മുടെ ബിരിയാണി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് ചിക്കൻ മസാല തേച്ച് പിടിപ്പിക്കാം. ഞാനിത് ചിക്കൻ പൊരിച്ചുണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇവ മാത്രം മതി. അത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നന്നായി തിരുമ്മി അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് മസാല തേപ്പിച്ച് പിടിപ്പിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ വലിയ ഉള്ളി ഇവയെല്ലാം വറുത്തുകോരി വെക്കാം. മുന്തിരി വറക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടെ തമ്മിൽ മിക്സാക്കി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വെച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ നെയ്യിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഞാൻ ചിക്കൻ അതിൽ തന്നെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ തീയില പൊരിക്കാൻ വെച്ചിട്ടുള്ളത്. ഒരു പുതിന ചമ്മന്തിയും ഇതിലേക്ക് അരയ്ക്കാം. തേങ്ങ, പച്ചമുളക്, പുതിന, മല്ലി, ഇഞ്ചി, പുളി ഇവയെല്ലാം ഇട്ട് ഉപ്പും ഇട്ട് അരച്ചെടുക്കുക. വല്ലാതെ അരക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിനിടയ്ക്ക് ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റും ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ പൊരിച്ച് കിട്ടിയതിന് ശേഷം അത് മാറ്റിയിട്ട് കോരിയെടുത്തതിന് ശേഷം ആ എണ്ണയിലോട്ട് ഞാൻ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടെ കൂട്ടി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വേണം ഈ മസാലയും വേവിച്ചെടുക്കാൻ. ഇതിനിടയ്ക്ക് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ അരി തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. ചില അരികൾക്ക് നല്ല പശ ഉണ്ടാവും. ഇനി അതിനുശേഷം നമ്മൾ ഈ മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പിടിച്ചതിന് ശേഷം തക്കാളിയും കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അവയും കൂടെ ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനി ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാല പൗഡേഴ്സ് ഇടാം. ആദ്യം ഞാൻ ഇട്ടത് മല്ലിപ്പൊടി കുറച്ച്, പിന്നെ ബിരിയാണി മസാലപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് കളർ എത്ര വേണോ അതിനനുസരിച്ച് മതി. ഞാൻ ഓൾറെഡി ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അധികം മസാല പൗഡേഴ്സ് ഇതിലേക്ക് ഇടേണ്ടി വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പുളിക്ക് വേണ്ടിയിട്ടാണ്. നാരങ്ങനീര് ആവശ്യമുള്ളവർക്ക് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുക, തൈരുള്ളവർക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇവ രണ്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ തൈരായിട്ടിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടെ ഇതിലിടുക. ചിക്കൻ പൊരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നന്നായിട്ട് മൊരിഞ്ഞെടുക്കരുത്. ചിക്കൻ വെന്ത് കിട്ടിയാൽ മതി, ചെറിയൊരു ക്രിസ്പിനെസ് മതി. ബാക്കി ഇതിൽ കിടന്നിട്ട് തന്നെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിക്കോളും. ഓക്കെ. എന്നിട്ട് ചിക്കനും കൂടെ ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും അതിൻ്റെ മേലെ തൂവി മസാല ഒരു ചെറിയ തീയിൽ ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഓണാക്കി തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ റൈസിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ, പെട്ടെന്ന് വേവുന്ന അരിയൊക്കെ ആയിരിക്കും. നമ്മൾ വേവ് കൂടുന്നതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ബിരിയാണി പണി എടുക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും മസാലയിലോട്ടാണ് ഫോക്കസ് ചെയ്യുക, പിന്നെ അവസാനം അത് ഒരുമിച്ച് കൂട്ടലും. റൈസൊക്കെ ചേച്ചിയുടെയും ഉമ്മയുടെയും പണിയാണ്. അതുപോലെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി മുതലായവ അരിഞ്ഞു തരലും അവരുടെ ജോലിയാണ്. നമ്മളിങ്ങനെ ഒരു മേൽനോട്ടക്കാരൻ്റെ പോലെ ഉണ്ടായിരിക്കും. നമ്മുടെ അരി വെന്തിട്ടുണ്ടേ.
അരി വെന്ത് കഴിഞ്ഞാൽ വേഗം നമ്മൾ അതെടുത്ത് ഊറ്റണം. ഞാൻ നേരത്തെ മസാല അടച്ചു വെക്കുന്നത് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതാ അരി നമ്മൾ ഓട്ടപാത്രത്തിലിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലെ വെള്ളം വാർന്നതിന് ശേഷം ആണ് മെയിൻ പണി വരുന്നത്. അതായത് ഇത് ദമ്മിടൽ. അതൊരു വൈബാണ്. ആദ്യം നമ്മൾ ഈ മസാലയുടെ മുകളിലോട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കും. നമ്മൾ ഊറ്റി വെച്ചതിൽ നിന്ന് ഹാഫ് റൈസ് ഈ മസാലയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് തൂവി കൊടുക്കും. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതായത് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മല്ലിച്ചപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒന്നും കൂടെ റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെയും നെയ്യൊഴിക്കും. നെയ്യൊഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ ബാക്കി വരുന്ന ആ മിക്സും കൂടെ ഇട്ട് കൊടുത്ത്, പണ്ടത്തെ രീതിയിലാണെങ്കിൽ ഒരു അടപ്പ് അടച്ചു വെച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് തീക്കനലിട്ട് കൊടുക്കും. അടുപ്പിൽ തന്നെ വെക്കുക. അതുകൊണ്ട് തന്നെ അടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന തീയൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ദമ്മിടാറ്. ഒരു 10 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ആണ് വെക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ ബിരിയാണി അങ്ങോട്ട് മിക്സ് ചെയ്യും. അങ്ങനെ ബിരിയാണിക്കുള്ള സലാഡ് റെഡിയാക്കി നമ്മുടെ ബിരിയാണി ദമ്മെന്ന് മാറ്റുകയാണ്. കണ്ടോ ആവി പറക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. ഇതിങ്ങനെ ദമ്മിടുമ്പോൾ നമ്മുടെ അടപ്പ് ചൂടായിട്ടുണ്ടോ നോക്കിയാൽ മതി. ബിരിയാണി മൂടി വെച്ച അടപ്പൊന്ന് തൊട്ട് നോക്കിയിട്ട് ചൂടുണ്ടെങ്കിൽ അത് ദമ്മായി തന്നെയാണ് അർത്ഥം. അപ്പോൾ തീ ഓഫ് ചെയ്താലും മതി. ചിക്കൻ ബിരിയാണിയുടെ ആ വൈബ് വരണമെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ വേണം. അതും കൂടെ വെച്ച് ബിരിയാണി അടിച്ചാൽ ആഹാ സൂപ്പറായിരിക്കും. ഒരു ചെറിയ നൊസ്റ്റാൾജിക് ഫീലും കൂടെ കിട്ടും.